ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇക്വിറ്റി ലൈവ് ട്രേഡിങ്ങിൻ്റെ ഡേ 1 നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ട്രേഡ് എടുത്തിരിക്കുന്നത് ബജാജ് ഫിൻസർവിലാണ്. 170 ക്വാണ്ടിറ്റി നിങ്ങൾക്കിവിടെ ചാർട്ടിൽ കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് എൻട്രി എടുത്തതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ പോലെ നമ്മൾ ചെറിയൊരു ഇക്വിറ്റി ലൈവ് ട്രേഡിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ്ലി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആക്റ്റീവ്ലി ഡെറിവേറ്റീവ് ട്രേഡിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ടും ഇക്വിറ്റിയും ഡെറിവേറ്റീവും മിക്സ് ചെയ്യുന്നില്ല. ഞാൻ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു സീരീസിന് വേണ്ടി ഓപ്പൺ ചെയ്തൊരു അക്കൗണ്ടാണ് 5 പൈസ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ എൻട്രി എടുത്തിട്ടുണ്ട്. ബൈ എൻട്രി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് റാൻഡംലി ആണ്. ഞാൻ ഓരോ സ്റ്റോക്കുകളും വാച്ച് ചെയ്ത് എടുത്തൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് സെലക്ഷൻ്റെ വീഡിയോ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീക്കെൻഡിൽ കുറച്ച് ബിസി ആയിരിക്കും. ഓക്കെ, ഇനി ബജാജ് ഫിൻസറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയി. അത് കഴിഞ്ഞ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തി. പിന്നെ ഇവിടെ ചെറിയൊരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഹോൾഡ് ചെയ്തു. അപ്പ് സൈഡ് മൂവ്. പിന്നെ കുറച്ച് സമയം മാർക്കറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു ഇനീഷ്യൽ റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഒരു ഇനീഷ്യൽ റേഞ്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇങ്ങനെ ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ നോർമലി അല്ലെങ്കിൽ ട്രേഡേഴ്സ് വിളിക്കുന്നതാണ് ഇനീഷ്യൽ റേഞ്ച് എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. റൈറ്റ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം അതിൻ്റെ മുകളിൽ ഇനീഷ്യൽ റേഞ്ചിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിന് നമുക്കൊരു വാലിഡ് ബ്രേക്ക് ഔട്ട് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പഴയ ചാർട്ടുകളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അപ്പ് സൈഡ് വന്നു, പുൾ ബാക്ക് എടുത്തു, അപ്പ് സൈഡ് വന്നു, പുൾ ബാക്ക് എടുത്തു. അതായത് ശ്രദ്ധിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ടൈം ഫ്രെയിമിൽ ഹയർ ലോ ഫോർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹയർ ലോ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ആരാണത് ക്രിയേറ്റ് ചെയ്യുന്നത്? ബയേഴ്സ്. അതായത് ഈ ഒരു സ്റ്റോക്കിന്, ഈ ഒരു ബജാജ് ഫിൻസർവ് എന്ന ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ ബയേഴ്സ് വളരെ ആക്റ്റീവാണ്. ഈ ഒരു ടൈം ഫ്രെയിമിൽ ബയേഴ്സ് വളരെ ആക്റ്റീവാണ്. അതാണ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഓരോ തവണയും പുൾ ബാക്ക് വരുന്ന സമയത്ത് ബയേഴ്സ് വരുന്നു, പുൾ ബാക്ക് വരുന്ന സമയത്ത് ബയേഴ്സ് വരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഫൈനൽ ഈ ഒരു പ്രീവിയസ് ഡേ ലോ പോയിന്റിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നെക്സ്റ്റ് പുൾ ബാക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് അതിൻ്റെ മുകളിലോട്ട് ക്രോസ് ചെയ്ത സമയത്ത് ആണ് ഞാൻ എൻ്റെ ഒരു ബൈ എൻട്രി ഞാൻ പൊസിഷൻ എടുത്തിരുന്നത്. പ്രീവിയസ് ഡേ ലോൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, അതാണ് എൻ്റെ എൻട്രി പോയിന്റ്. റൈറ്റ്, സിമ്പിൾ എൻട്രി ആണ്. ഞാനിങ്ങനെ പറയുന്ന സമയത്ത് മേ ബി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ സിമ്പിൾ എൻട്രി ആണ്. ഓക്കെ, ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സിംഗിൾ ലോൻ്റെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട്. റൈറ്റ്, ആൻഡ് ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം 1:2. സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ മിനിമം 1:2 ഞാൻ എന്തായാലും കീപ്പ് ചെയ്യും. അതായത് ഏകദേശം ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്ലാൻ. ഇമോഷണലി നമ്മൾ ചാർട്ടിനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് 5 പൈസേനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വിറ്റി ഈ ഒരു സീരീസിന് വേണ്ടി ഓപ്പൺ ചെയ്താണ്. മുൻപേ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഒരുപാട് നാളെ ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നുകൂടി റീആക്ടിവേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ്. അപ്പോൾ നമുക്കിതൊരു ഡേ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊരു മിനി സീരീസ് ആണ്. വീക്കിലി 2-3 വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രേഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ഞാൻ പെർ ഡേ റിസ്ക് എടുക്കുന്നത് 1500 രൂപയാണ്. കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ ഞാൻ ഇതിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് വളരെ ചെറിയ റിസ്ക് എന്നത്. ദെൻ 1:2 എന്ന രീതിയിൽ ആണ് ഞാൻ എൻ്റെ RR മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എത്രയാണ് റിസ്ക് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ റിവാർഡ് എന്ന രീതിയിൽ. ഇപ്പോൾ അവിടെ 1500 റിസ്ക് എടുക്കുന്നതെങ്കിൽ 3000 രൂപ പ്രോഫിറ്റ് എന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചില സമയം 2500 ആയിരിക്കാം, ചെറിയ ഡിസ്റ്റൻസ്. പക്ഷേ ഓൺ ആൻ ആവറേജ് ഈ ഒരു പ്ലാനാണ് എനിക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ട്രേഡ് എടുത്തിട്ട് ബജാജ് ഫിൻസർവിൽ ട്രേഡ് എടുത്തത് ഏകദേശം ഈ ഒരു ലെവലിലാണ് എൻട്രി എടുത്തിരുന്നത്. സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെ വെച്ചു. ടാർഗറ്റ് ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്തു. ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രോഫിറ്റ് ഞാനിവിടെ ബുക്ക് ചെയ്യുകയാണ്.
ഓക്കെ, അപ്പോൾ നല്ലൊരു എൻട്രി ആയിരുന്നു. വെയിറ്റ് ചെയ്തിരുന്നു ഈ ഒരു സ്റ്റോക്കിന് വേണ്ടി. എൻട്രി എടുത്തു, ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ടാർഗറ്റിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ടാർഗറ്റ് എടുത്തു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. ഞാനിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ $2,800 സംതിങ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1:2. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് ഞാൻ ഈ സെയിം റിസ്ക് ആയിരിക്കും എടുക്കുക. 1,500 പെർ ഡേ പെർ ട്രേഡ്. ഒരു ദിവസം മാക്സിമം ഒരു ട്രേഡ് മാത്രമാണ്. ചില ദിവസങ്ങളിൽ മേ ബി നല്ല ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ നമുക്ക് റിസ്ക് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ 1,500 ഒരു 1-2 ട്രേഡിൽ കൺസേൺ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കും. ഓക്കെ, അപ്പം വീക്കിലി ഒരു 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ ട്രേഡുകളും ഉണ്ടാകില്ല. വീക്കിലി എല്ലാ ട്രേഡുകളും നമ്മൾ എല്ലാ ദിവസവും ഒരേ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ വീക്കിലി 1-2 വീഡിയോസ് ഞാൻ മാക്സിമം ചെയ്യാം. സ്റ്റോക്ക് സെലക്ഷൻ്റെ വീഡിയോ നാളെ ഈവനിങ് ബിഫോർ 3 PM യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ.